ഹലോ നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പെസഹയാണ്. അപ്പം ക്രിസ്ത്യാനികളായ എല്ലാവരുടെയും വീടുകളിൽ പെസഹ അപ്പവും പാലും ഒരുക്കാറുണ്ട്. അപ്പം ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് പെസഹ പാലിൻ്റെ മാത്രമാണ് കേട്ടോ റെസിപ്പി കാണിക്കുന്നത്. അപ്പം അതിന് മുന്നേ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് പെസഹ അപ്പത്തിൻ്റെയും പാലിൻ്റെയും റെസിപ്പി. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അത് കണ്ടോളൂ കേട്ടോ. ഞാനിവിടെ ചെറിയൊരളവാണ് കാണിക്കുന്നത്. ഇതൊരു 250 ഗ്രാം ശർക്കരയുണ്ട്. നല്ല കറുത്ത ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. കറുത്ത ശർക്കര എടുത്താലായിരിക്കും പാലിന് നല്ലൊരു കളറ് കിട്ടുക കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കത്തി വെച്ചിട്ട് ചീവി എടുക്കുന്നുണ്ട്. ഇത് ശർക്കര നമ്മൾ ഉരുക്കിയല്ല എടുക്കുന്നത്. ഇതേപോലെ ചീവി എടുത്തതിന് ശേഷം നമ്മൾ കൈ കൊണ്ടിട്ട് ഒന്ന് അലിയിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ പാല് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങനെ ചെയ്യാറില്ല. അതായത് നമ്മൾ പാവ് കാച്ചിയെടുക്കാറില്ല. അങ്ങനെ കാച്ചിയെടുത്ത് കഴിയുമ്പോഴത്തേക്ക് പായസത്തിൻ്റെ ടേസ്റ്റ് വരുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെറുതാക്കി ഇതേപോലെ നമ്മൾ ചുരണ്ടി ഇങ്ങനെ എടുത്ത് വെക്കണം. അപ്പം പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് ഈ അപ്പവും പാലും ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ നാട്ടിൽ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ അല്പം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ ഇതൊരു എളുപ്പ വഴിയാണ് കേട്ടോ. നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഞെരടി എടുക്കുന്നതിനേക്കാൾ നല്ലത് ഇതേപോലെ കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സമയം കൊണ്ട് നമ്മുടെ അപ്പത്തിനുള്ള മാവൊക്കെ റെഡിയാക്കി അപ്പം റെഡിയാക്കി വരുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് മെൽറ്റായിട്ടുണ്ടാവും. ആ ഒരു സമയത്തിനുള്ളിൽ ഇത് ചെയ്താൽ മതി, മനസ്സിലായോ? അപ്പോൾ ഇത് ജസ്റ്റ് വെള്ളത്തിലിട്ടിട്ട് ഒരു 30-35 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് മെൽറ്റായിട്ടുണ്ടാവും. കണ്ടില്ലേ, നമ്മൾ പാവ് കാച്ചി എടുക്കുന്ന പോലെ തന്നെ നല്ല കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. പിന്നെ താഴെയായിട്ട് ഒരല്പം ഇതുപോലെ ചെറിയ കട്ടകളുണ്ടാവും. പക്ഷെ അത് പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൈകൊണ്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കൈയൊക്കെ നന്നായി വേദനിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു എളുപ്പ വഴിയാണ്. അപ്പം ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്ന സമയത്ത് നമ്മുടെ അപ്പം റെഡിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സമയം നഷ്ടപ്പെടത്തില്ല. അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിതൊന്ന് അരിച്ചൊഴിക്കണം. നമുക്കിതിനകത്ത് കല്ലും മണ്ണും ഒക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു അരിപ്പയിലേക്ക് മാറ്റി ഞാൻ അരിച്ചെടുക്കുന്നുണ്ട്. അപ്പം അരിച്ചെടുക്കുന്ന സമയത്ത് ചെറിയ കട്ടകളുണ്ട് കേട്ടോ. അതിങ്ങനെ ഞാൻ അരിപ്പയിൽ വെച്ച് തന്നെ ഇങ്ങനെ കൈകൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ ഉടച്ചെടുക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് മെൽറ്റായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കൈയൊന്നും അധികം വേദനിച്ചൊന്നുമില്ല. അപ്പം ഞാൻ ശർക്കര ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പാലാണ്. ഇത് ഒരു മുഴുവൻ തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. തലപ്പാൽ, രണ്ടാം പാൽ, മൂന്നാം പാൽ, അങ്ങനെ 3 സെക്ഷനാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. 3 സെക്ഷനാക്കി എടുത്തു വെച്ചിട്ടുണ്ടെങ്കിലും 3ഉം കൂടെ ഒരുമിച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടി വേണം. സാധാരണ ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം അരിപ്പൊടി ചേർക്കുന്നത് നമ്മുടെ പാലിനൊരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതൊരു 1/2 കപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ വരും. ഒരു 4 മുതൽ 6 ടേബിൾ സ്പൂൺ വരെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ 3ആം പാലിൽ നിന്ന് 2 തവി പാലെടുത്ത് ഇതിനകത്തേക്ക് ഒഴിച്ച് ഒരു സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഡയറക്റ്റായിട്ട് ഈ പാല് നമ്മുടെ അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കട്ട പിടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പാല് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നത്. അതിനുശേഷം നമ്മുടെ ഈ ശർക്കര പാനിയിലേക്ക് നമ്മുടെ പാല് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ 3ആം പാലാണ് ഫസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം 2ആം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആദ്യത്തെ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ ഒരു മുഴുവൻ തേങ്ങ എന്ന് പറയുന്നത് വലിയ തേങ്ങയായിരുന്നു കേട്ടോ. മീഡിയം സൈസ് തേങ്ങയല്ല, വലിയ തേങ്ങ ചിരണ്ടി എടുത്തിട്ട് അതിൻ്റെ പാലെടുത്തതാണ്. അവസാനമായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടിയുടെ മിക്സും കൂടെ നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ ചുക്കുപൊടി ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ പൊടിയായിട്ട് തന്നെ എനിക്ക് ഉണ്ടായിരുന്നതാണ് കേട്ടോ, അല്ലെങ്കിൽ പൊടിച്ചിട്ട് ചേർക്കുക. പിന്നെ 1/2 ടീസ്പൂൺ ഏലക്കയുടെ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുക. അത് ഞാൻ പൊടിച്ച് വെച്ചതാണ്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് അടുപ്പത്തേക്ക് വെക്കാം. അടുപ്പത്തേക്ക് വെച്ച് അടുപ്പ് ഓൺ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഒരു തരി ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. എപ്പോഴും നമ്മൾ മധുരമുള്ള വെക്കുമ്പോൾ അങ്ങനെയല്ലേ, ഒരു കോമ്പൻസേഷന് വേണ്ടിയിട്ട് കുറച്ച് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അതേപോലെ ഒരു തരി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട്
മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യേണ്ടത്. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് തിളപ്പിച്ചെടുക്കാൻ ശ്രമിക്കരുത്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഇതിനകത്ത് അരിപ്പൊടി ചേർത്തേക്കുന്നതാണ്. അപ്പോൾ അരിപ്പൊടി നന്നായിട്ട് കുക്കാവുകയും വേണം. പെട്ടെന്ന് ഇങ്ങനെ കട്ട പിടിക്കാനും പാടില്ല. അതുകൊണ്ട് നമ്മൾ കൂടുതൽ ഫ്ലെയിമിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കട്ട പിടിച്ച് അങ്ങ് കരിഞ്ഞു പോകും. അപ്പം അരിപ്പൊടി വേഗവും ചെയ്യണം, പിന്നെ കട്ട പിടിക്കാനും പാടില്ല. അതുകൊണ്ട് എപ്പോഴും മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു പകുതി റെഡിയായി വരുമ്പോഴത്തേക്ക് ഒരു 2 ഞാലിപ്പൂവൻ പഴം, 2ഓ 3ഓ ചെയ്യാം കേട്ടോ. ഞാലിപ്പൂവൻ പഴം കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ പഴം ചേർക്കാറില്ല, ഞങ്ങളുടെ സ്ഥലത്ത് പഴം ചേർക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇതിലേക്ക് ഞാനൊന്ന് കുരിശ് വരച്ചിട്ട് നമ്മുടെ കുരുത്തോലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അപ്പവും പാലിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്തവണ പാലിൻ്റെ മാത്രം റെസിപ്പി ഇട്ടത്. അപ്പോൾ ചിലർ അപ്പം ഉണ്ടാക്കാത്തവർ ചിലപ്പോൾ ബേക്കറിയിൽ നിന്നൊക്കെ ബ്രെഡ് പോലത്തെ ഇങ്ങനെ അപ്പത്തിൻ്റെ ഷേപ്പിൽ ബ്രെഡ് പോലെ കിട്ടും, ബണ്ണ് പോലെ. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിൽ പാല് മാത്രം കാച്ചാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു ഷോർട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പാലിൻ്റെ മാത്രം റെസിപ്പി ഇട്ടത്. അപ്പോൾ മുഴുവനായിട്ട് നിങ്ങൾക്ക് വേണമെന്ന് ഉള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കിൽ പോയിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ കാണാൻ പറ്റും. ഇപ്പോൾ കണ്ടില്ലേ, ഇത് നമ്മുടെ തവി കൊണ്ട് ഇങ്ങനെ വരച്ച് കഴിയുമ്പോൾ മനസ്സിലാവും ഇത് ഏകദേശം കുക്കായിട്ടുണ്ട്. പിന്നെ കുക്കായതുകൊണ്ടാണ് നമുക്കങ്ങനെ റെഡി ആവുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇളക്കിയില്ലെങ്കിൽ സാരമില്ല, അടിക്ക് പിടിക്കത്തില്ല. നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്യാം. തിളച്ച് പൊന്തി പുറത്തേക്ക് പോകരുത്, അതിന് മുന്നേ ആയിട്ട് അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പം ഒരു കാരണവശാലും അടിക്ക് പിടിക്കത്തില്ല, കാരണം നമ്മുടെ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന അരിപ്പൊടി കുക്കായിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് ഓഫ് ചെയ്യാം. നമ്മുടെ പാലിവിടെ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അപ്പത്തിൻ്റെ ഒപ്പം വിളമ്പാവുന്നതാണ്. അപ്പം ഇതേപോലെ തന്നെ ഞാൻ കുരിശിട്ട് തന്നെ ഒരു അപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിന്ന് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു പീസ് ആ ഒരു പാലിൽ മുക്കിയാണ് സാധാരണ കഴിക്കുന്നത്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. എല്ലാവർക്കും പെസഹ ദിനത്തിൻ്റെ ആശംസകളും മംഗളങ്ങളും നേരുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.